नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम एक कहानी पढ़ा था। कहानी का नाम क्या था? विज्ञान क्या है। पाठ से विज्ञान क्या है ना। तो उसकी बाकी भाग हमें आज पढ़ना चाहिए। पेज नंबर 67। ओके, सेकंड पैराग्राफ, सॉरी सेकंड नहीं, तीसरा पैराग्राफ, थर्ड पैराग्राफ। उस व्यक्ति ने कहा, हाँ मैं कोशिश करता हूँ। हम हमेशा देखते हैं कि जब कभी कोई चीज़ ऊपर फेंकते हैं तो वह नीचे ही गिरती है, परंतु हमें इस पर और गहरा अवलोकन करना पड़ेगा। क्या यह नियम सभी चीज़ों और सभी जगहों के लिए सही है? इसका परिणाम जानने के लिए हमें विभिन्न चीज़ों और विभिन्न जगहों पर प्रयोग करना होगा। कई दशकों पहले एक वैज्ञानिक ने ऐसा ही प्रयोग किया था और इस सवाल का जवाब उसे मिला था। चंचला की आंखों में चमक आ गई है और उसने तुरंत पूछा, वह जवाब क्या था? व्यक्ति ने कहा, जवाब तो सीधा सा था। चीज़ें इसलिए नीचे गिरती हैं क्योंकि धरती में खींचने की शक्ति है जो उन्हें अपनी ओर खींचती है। यही विज्ञान है। लेकिन यह विज्ञान उस विषय वस्तु के अवलोकन, प्रयोग, विश्लेषण आदि पर निर्भर करता है। तो यहाँ क्या कहता है? यहाँ कहानीकार ने कहता है, इसमें നമ്മൾ ഈ സ്റ്റോറി പഠിച്ചത് एक गांव का नाम है, गांव का नाम नहीं है, एक गांव में एक मुखिया था। मुखिया का नाम है, क्या है उनका नाम? सुखराम है ना। और उनका एक बेटी भी थी। बेटी का नाम है क्या है? चंचला, है ना। तो उसका स्वभाव कैसी थी? उसके नाम जैसे थी उसकी स्वभाव। वो बहुत चंचल और समझदार लड़की थी। और हमारा ये सुखराम जी ना, वो भी कैसे हंसमुख वाला था। हमेशा वो हंसी मजाक करते हैं, लेकिन फिर भी वो बहुत समझदार थे അല്ലേ. അദ്ദേഹം എപ്പോഴും തമാശയൊക്കെ പറയുമെങ്കിലും അദ്ദേഹം വളരെ സമർത്ഥനായിട്ടുള്ള ഒരു മുഖ്യനായിരുന്നു, ഒരു ഹെഡായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകളും എന്താണ്? മകളുടെ പേര് ചഞ്ചല എന്നാണ്. ആ പേര് പോലെ തന്നെ കുട്ടി എന്താണ്? ചഞ്ചലാണ്. അതുപോലെ തന്നെ വളരെ സമജ്ദാരിയാണ്, വളരെ മിടുക്കിയാണ്. അപ്പോൾ കുട്ടി എന്താണ്? आसपास में जो देखते हैं उसके बारे में अपने पिता से बार बार प्रश्न पूछते हैं. എന്തെങ്കിലുമൊക്കെ ചുറ്റും കാണുന്നതിനെ കുറിച്ച് അച്ഛനോട് സംശയങ്ങൾ ചോദിക്കും. मुखिया जी ने क्या कहते हैं? उसके सही उत्तर बेटी को देते हैं അല്ലേ. അച്ഛൻ എന്ത് ചെയ്യും? അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ एक दिन बेटी ने പക്ഷി ക്യൂ ഉഡ്ത്തി ഹേ, പക്ഷി ക്യൂ ആസ്മാൻ മേ ഉഡ്ത്തി ഹേ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ മുഖ്യ എന്ത് പറഞ്ഞു? പക്ഷിക്കോ പങ്ക് ഹേ, പക്ഷിയുടെ കയ്യിൽ എന്തുണ്ട്? അതിന് പക്കൽ, പങ്ക്, ചിറകുണ്ട്, അതുകൊണ്ടാണ് അത് ആസ്മാനിൽ, ആകാശത്ത് പറക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം കുട്ടി എന്ത് ചെയ്തു? എന്ത് ചോദിച്ചു? ക്യൂ സഭി ചീസേ നീച്ചെ ഗിർത്തി ഹേ, എന്തുകൊണ്ടാണ് ഈ വസ്തുക്കളൊക്കെ താഴേക്ക് വീഴുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരം മുഖ്യയ്ക്ക് അറിയാമായിരുന്നോ? ഇല്ല, മുഖ്യയ്ക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ഗ്രാമവാസികളോടായിട്ട് ചോദിച്ചു. ലേക്കിൻ കിസിക്കോ ഉസ്കാ ഉത്തർ നഹി പത്താ നഹി താ, है ना. അപ്പോൾ ആർക്കും തന്നെ അതിൻ്റെ ആൻസർ അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു? കിസി ഓർ ഗാവ് മേ एक आदमी उसके गांव में आया था और बातें करते वक्त क्या किया? उन्होंने बोला कि वो एक वैज्ञानिक है, विज्ञान के बारे में वो शोध कार्य करते हैं. അദ്ദേഹം പറഞ്ഞു, ഒരാൾ വന്നു അല്ലേ, ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ വന്നു. അയാളുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ സയൻസിനെ കുറിച്ച് റിസർച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു. तो उन्होंने क्या बोला? उन्होंने उनको बहुत खुशी हुई और अपनी बेटी को बुलाया. എന്നിട്ടോ മകളുടെ സംശയം അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താ? मैं कोशिश करती हूँ, ഞാൻ ശ്രമിക്കാം, എന്നെ കൊണ്ടാവും പോലെ ഞാൻ ശ്രമിക്കാം, ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു അല്ലേ. ഇതുവരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ. तो बाकी हमें आज पढ़ना है. तो पेज नंबर 67 है ना, तीसरा पैराग्राफ. उस व्यक्ति ने कहा, ആ വ്യക്തി പറഞ്ഞു, क्या? हाँ मैं कोशिश करता हूँ, ഞാൻ ശ്രമിക്കാം. കോശിഷ് क्या है? ട്രൈ, ഞാൻ ട്രൈ ചെയ്യാം. ഹം ഹമേശ ദേഖ്തേ ഹേ, നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നുണ്ടല്ലോ. ഹം ഹമേശ ദേഖ്തേ ഹേ, നമ്മൾ എപ്പോഴും കാണുന്നതാണ്. കി, എന്താണ് കാണുന്നത്? ജബ് കഭി കോയി ചീസ് ഊപ്പർ ഫേങ്ക്തേ ഹേ, ജബ് കോയി കിസി ചീസ് ऊपर फेंकते हैं, മുകളിലേക്ക് എറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? तो वह नीचे ही गिरते हैं, എന്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് തന്നെ വീഴും അല്ലേ. परंतु മാനെ എന്നാൽ, പക്ഷേ, എന്നാൽ
हमें इस पर और गहरा अवलोकन करना पड़ेगा. गहरा का अर्थ क्या है? गहरा माने डीप. गहरा क्या है? डीप. ഗഹര का अर्थ है ഡീപ്പ്. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവലോകൻ കർണാ പടേഗ. അവലോകൻ का अर्थ है ഓവർവ്യൂ. അതായത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവലോകൻ क्या है? ഓവർവ്യൂ. ഓവർ വ്യൂ. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. क्या यह नियम सभी चीज़ों और सभी जगहों के लिए सही है? അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് പഠിക്കാനുള്ളത്? क्या ये नियम, ഈ ഒരു നിയമം, ഈ ഒരു ലോ എന്ന് പറയുന്നത് സഭി ചീസോം, എല്ലാ വസ്തുക്കൾക്കും, ചീസ് क्या है? വസ്തു, എല്ലാ വസ്തുക്കൾക്കും, और सभी जगहों, എല്ലാ ജഗഹ് क्या है? ജഗഹ് മാനെ പ്ലേസ്, എല്ലാ സ്ഥലങ്ങളിലും ഇത് ബാധകമാണോ? ഇത് ശരിയാണോ? അതായത് എന്തൊരു വസ്തു താഴേക്ക് മുകളിലേക്ക് എറിഞ്ഞാലും താഴേക്ക് വീഴുമെന്ന് പറയുന്നു. ഇത് ഏത് സ്ഥലത്ത് പോയി നമ്മൾ ചെയ്താലും ഇത് ഇതുപോലെ തന്നെ ആയിരിക്കുമോ സംഭവിക്കുക? താഴേക്ക് തന്നെ ആയിരിക്കുമോ വീഴുക? അപ്പോൾ അതെനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. इसका परिणाम जानने के लिए हमें विभिन्न चीज़ों और विभिन्न जगहों पर प्रयोग करना होगा. इसका परिणाम, परिणाम क्या है? परिणाम माने रिजल्ट. परिणाम रिजल्ट. परिणाम. परिणाम क्या है? रिजल्ट. ഇതിന്റെ റിസൾട്ട് അറിയാൻ ഞാൻ എന്ത് ചെയ്യണം? हमें विभिन्न चीज़ों, विभिन्न क्या है? विभिन्न माने डिफरेंट. विभिन्न क्या है? डिफरेंट. डिफरेंट ആയിട്ടുള്ള വസ്തുക്കൾ, ചീസോം, അവർ വിഭിന്ന ജഗഹവും, വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട് मैं ये इसका प्रयोग करना पड़ेगा. എനിക്ക് ഇതിനെക്കുറിച്ച് പ്രയോഗിക്കേണ്ടി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ പരീക്ഷണം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. कई दशकों पहले एक वैज्ञानिक ने ऐसा ही प्रयोग किया था और इस सवाल का जवाब उसे मिला था. कई दशकों पहले, दशक क्या है? डेकेड. दशक, ദശക്. ദശക് എന്ന് വെച്ചാൽ 10 വർഷത്തോളം അല്ലെങ്കിൽ ദശാബ്ദം എന്നാണ് കേട്ടോ. डिकेड. ओके. कई दशकों पहले एक वैज्ञानिक माने साइंटिस्ट ने ऐसा ही प्रयोग किया था. ഇതിനെക്കുറിച്ച് ഇങ്ങനെ അദ്ദേഹവും ചെയ്തിരുന്നു. और इस सवाल का जवाब, इस सवाल का मतलब है क्वेश्चन. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ജവാബ്, ഉത്തർ और ആൻസർ ഉസേ മിലാ था, അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദശാബ്ദങ്ങളായിട്ട് ഇതുപോലൊരു സയൻറ്റിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും അദ്ദേഹം ഇങ്ങനെ ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ ആൻസർ ലഭിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ ഈ വ്യക്തി പറയുന്നത്. देन अगला पैराग्राफ देखो. चंचला की आंखों में चमक आ गई. देखो, आंखों में चमक आ गई. यह एक मुहावरे है. ഇതൊരു പഴഞ്ചൊല്ലാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്? മൻചാഹി വസ്തു മിൽ ജാനെ പർ പ്രസന്ന ഹോന. മൻചാഹി വസ്തു, മനസ്സിന് ഇഷ്ടമുള്ള വസ്തു, മിൽ ജാനെ പർ, കിട്ടുമ്പോൾ, ലഭിക്കുമ്പോൾ, പ്രസന്ന ഹോന, സന്തോഷമാവുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായിരിക്കില്ലേ? അപ്പോൾ ഈ കുട്ടിക്ക് എന്താ, പെട്ടെന്ന് ഇയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ഒരു അറിവ് കുട്ടിക്ക് വന്ന സമയത്ത് കുട്ടി വളരെയധികം സന്തോഷിക്കുകയാണ് ചെയ്തത്. और उसने तुरंत पूछा, എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തോടായിട്ട് ചോദിച്ചു, വഹ ജവാബ് ക്യാ ഥാ? ആ മനുഷ്യന് കിട്ടിയ, ആ സയൻറ്റിസ്റ്റിന് കിട്ടിയ ഉത്തരം എന്താണ്? അതിൻ്റെ ജവാബ്, ആ ഉത്തരം എന്താണ്? ആൻസർ ക്യാ ഥാ? വ്യക്തിനെ കഹ, വ്യക്തി പറഞ്ഞു, ജവാബ് തോ സീധാ സാധാ, ഉത്തരം നേരെ എന്താണ്, എളുപ്പമുള്ളതാണ്, നമുക്കൊക്കെ അറിയാവുന്നതുമാണ്, ഒരുപാട് ചുറ്റിക്കെട്ടൊന്നുമില്ല അതിന്. സീധാ സാധാ, അത് വളരെ എളുപ്പമുള്ളതും നമുക്കറിയാവുന്നതുമാണ്. ചീസേം ഇസിലിയേ നീച്ചേ ഗിർത്തി ഹേ, വസ്തുക്കൾ ഇതുകൊണ്ടാണ് താഴേക്ക് വീഴുന്നത്. ചീസേം ഇസിലിയേ നീച്ചേ ഗിർത്തി ഹേ ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ ധർത്തി മേം ഖീഞ്ചിനെ കി ശക്തി ഹേ. ധർത്തി, ധർത്തി ക്യാ ഹേ? ധർത്തി മാനെ ഭൂമി അല്ലെ, എർത്ത്. നമ്മുടെ ഭൂമിക്ക് ഖീഞ്ചിനെ കി ശക്തി ഹേ. ഖീഞ്ചിന ക്യാ ഹേ? ഖീഞ്ചിന കാ അർത്ഥ ഹേ ടു പുൾ, വലിക്കുക. ഖീഞ്ചിന
to pull. ഭൂമിക്ക് എന്ത് വസ്തുവിനെയും എങ്ങോട്ട് താഴേക്ക് വലിക്കാനുള്ള അല്ലെങ്കിൽ താഴേക്ക് ആകർഷിക്കാനുള്ള അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, इस चीज़ें इसलिए नीचे गिरती है क्योंकि धरती में खींचने की शक्ति है जो उन्हें अपनी ओर खींचते हैं. അത് ഭൂമിയുടെ സെൻറ്ററിലേക്ക് തന്നെ അതിനെ അട്രാക്റ്റ് ചെയ്യുന്നു, ആകർഷിക്കുന്നു. യഹി വിജ്ഞാൻ ഹേ, ഇതാണ് സയൻസ്, ഇതാണ് സയൻസ്. लेकिन यह विज्ञान उस विषय वस्तु के अवलोकन, प्रयोग, विश्लेषण आदि पर निर्भर है. देखो यहाँ एक नया शब्द है विश्लेषण. क्या है? छानबीन. क्या है? छानबीन मतलब क्या है? അനാലിസിസ്. അതിനെ നമ്മൾ നന്നായിട്ട് പഠിച്ച് അതിൻ്റെ അനാലിസിസ് ചെയ്തിട്ട് അതിന് കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അനാലിസിസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, യഹി വിജ്ഞാൻ ഹേ, ഇതാണ് സയൻസ്. ലേക്കിൻ യഹ് വിജ്ഞാൻ, എന്നാൽ ഈ സയൻസ് ഉസ് വിഷയ വസ്തുക്കെ, ആ ഒരു വിഷയത്തിൻ്റെ, ഏത് വിഷയത്തെക്കുറിച്ചാണോ നിങ്ങൾ പഠിക്കുന്നത് ആ വിഷയത്തിൻ്റെ അവലോകൻ, ഒബ്സർവേഷൻ യാ എക്സാമിനേഷൻ. ക്യാ ഹെ അവലോകൻ, ഒബ്സർവേഷൻ, ഓവർവ്യൂ, എക്സാമിനേഷൻ, ഇതൊക്കെ ഈ ഒരു വേർഡിൻ്റെ മീനിങ് ആണ്. ഓർ പ്രयोग, പ്രयोग ക്യാ ഹെ? എക്സ്പെരിമെൻറ്റ്. ക്യാ ഹെ? എക്സ്പെരിമെൻറ്റ്. അതായത് നിങ്ങൾക്ക് സയൻസിലൊക്കെ കെമിസ്ട്രിയിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ടല്ലോ അല്ലേ, പരീക്ഷണം ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റും അതിൻ്റെ അനാലിസിസും ഇതിനെയെല്ലാം ആശ്രയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ലേക്കിൻ യഹി വിജ്ഞാൻ, എന്നാൽ ഈ ഒരു സയൻസ്, ഇപ്പം പറഞ്ഞു ഈ ഭൂമി മറ്റുള്ള വസ്തുക്കളെ താഴേക്ക് ആകർഷിക്കുന്നത് എന്താണ്? സയൻസാണ്. എന്നാൽ ഈ സയൻസ് വിഷയവസ്തുവിൻ്റെ അതിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റിനെയും അതിൻ്റെ അനാലിസിസിനെയും അതിൻ്റെ ഒബ്സർവേഷനെയും എക്സാമിനേഷനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത്രയും വായിച്ചിട്ട് വന്നിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? അവലോകൻ ക്യാ ഹെ? ഓവർവ്യൂ, ഒബ്സർവേഷൻ, എക്സാമിനേഷൻ और इसके बाद प्रयोग है एक्सपेरिमेंट. नया शब्द है एक्सपेरिमेंट. और एक और शब्द है क्या है? विश्लेषण, एनालिसिस. विश्लेषण, छानबीन, विश्लेषण, क्या है? അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിലുള്ളത്. ഈ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ്, വേർഡ് മീനിങ്സ് എന്തെങ്കിലും അറിയില്ലെങ്കിൽ പറയുക. അതുപോലെ ഈ മീനിങ്സ് ഒക്കെ നിങ്ങളുടെ ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, ബാക്കി ഹം അഗലെ ക്ലാസ് में पढ़ेंगे.